എന്തായാലും ഈ ഒരു സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നമസ്കാരം. ഈ ബോൾ ഇരിക്കണല്ലേ, ബോൾ ഇരിക്കുമ്പോൾ തന്നെ വലിയൊരു സിനിമ വരാൻ പോവാണ്ടോ. വലിയ സിനിമ എന്ന് തന്നെ പറയണം. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞ ദിവസം പ്രിവ്യൂ ഷോ കണ്ടപ്പോൾ നല്ലൊരു സിനിമയായിട്ട് ഇതിൽ വന്ന ഓരോരുത്തരുടെ അഭിപ്രായം അതെന്നെ പറഞ്ഞു കൊടുത്തല്ല, മനസ്സിൽ നിന്ന് വന്നതാണ്. നമസ്കാരം ചേട്ടാ. ഈ സിനിമയുടെ നായകനാണ് ഇരിക്കുന്നത്. പേര് പ്രേക്ഷകരോടൊന്ന് പറയാം. എന്റെ പേര് അഖിൽ പ്രഭാകരൻ. ആദ്യമായിട്ടല്ല, ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് വന്ന ആളാണ്. നമ്മുടെ സുഹൃത്ത് ബൈജിക്കുട്ടിന്റെ കൂടെ തന്നെ ഒരു ശക്തമായ വേഷം ചെയ്ത സിനിമ ഉണ്ടല്ലോ, അതിൽ ആ ഒരു അഭിനയവും കാര്യങ്ങളെല്ലാം ഗംഭീരം. അതുപോലെ തന്നെ നമ്മുടെ നായിക പേരൊന്ന് പ്രേക്ഷകരോട്. ആദ്യ മൂവിയാണോ? അപ്പൊ ഈ 3-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരുമ്പോൾ വെച്ചാൽ ഒരു അത്ഭുതം തന്നെ കാണാം ആ സിനിമയിൽ. കാരണം വാഴ എന്ന സിനിമയില് വാഴ 2 വന്നപ്പോ ആരും അങ്ങനെ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. അതിന്റെ പൂജയ്ക്കും കാര്യങ്ങളും ഞങ്ങളൊക്കെ ഉണ്ടാകും, പേരേര ഞാൻ ആ ടീമൊക്കെ ഉണ്ടാകും. പക്ഷെ വലിയ മൈൻഡ്. പക്ഷെ പടം വന്നു കഴിഞ്ഞപ്പോൾ വേറെ ലെവല് എന്ന് പറഞ്ഞ പോലെ ഇത് പൊക്കി പറച്ചിലല്ല. ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ സിനിമ തുറന്ന് കാണിക്കുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ചില ഡയറക്ടേഴ്സും വെട്ടിക്കുറയ്ക്കാറുണ്ട്. പക്ഷെ ഈ സിനിമയിൽ തുറന്നടിച്ച് കാണിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നിൽ കുറച്ച് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു കുടുംബത്തെ പോലെ ഇതേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടി ചെയ്താണ്. ഇതിൽ നമ്മുടെ ചങ്ക ദേഹവനുണ്ട്, പുള്ളിയാണ് ഇതിനകത്ത്. ഒന്ന് വരാമോ, ഒന്ന് കയറുവാ, മാറി നിൽക്കണം, ആരും പിടിച്ചിരുത്തുന്നുള്ള പരാതിയുണ്ട്. ഒന്ന് ചേർന്ന് വെച്ചു ഇരിക്കും മച്ചാനെ, ഇരിക്കണ്ടെങ്കിൽ ഇരിക്കട്ടോ. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഷൂട്ട് 10 തവണ കണ്ടാണ്. പക്ഷെ എങ്കിലും ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ശരിയായിട്ട് ഇരിക്കും അല്ലേ? അപ്പൊ അതാണ് പെർഫോമൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഇപ്പൊ നമ്മുടെ പെരേര സത്യം പറഞ്ഞ തിയേറ്ററിൽ ഇത് കാര്യമാണ്. അത് അഭിനയമല്ല. ചിലർ പറഞ്ഞു ചാനൽ കണ്ടന്റിന് വേണ്ടിയാണ് അദ്ദേഹം കരഞ്ഞെന്ന് പറയും. കണ്ണിലെ ഉള്ളി തേച്ച് ഉള്ളിയൊന്നും അവിടെ കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം ലൈവായിട്ട് കരയണം ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് സീനിൽ പൊട്ടി കരഞ്ഞു പോയി. ഉള്ള കാര്യം പറയാലോ, ശരിക്കും ഫീൽ ചെയ്തു പോയി. എന്നേ പറഞ്ഞില്ല അവിടെ വെച്ച് പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും ഒരു മിമിക്രി കലാകാരൻ എന്ന രീതിയിൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വലിയൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ അതേപോലെ ഒരുപാട് അവസരങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേരുടെ കാലും കൈയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഒരു നിലനിൽപ്പ് പോലെ എന്തെങ്കിലും സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരു നായകൻ വേഷം അതുപോലെ തന്നെ സഹനായക വേഷം അങ്ങനെ പറഞ്ഞോട്ടെ. അപ്പൊ അത് കിട്ടിയ വലിയൊരു കാര്യം തന്നെയാണ്. അതിന് ആ ഒരു മനസ്സ് കാണിച്ച നിങ്ങൾ ഡയറക്ടറിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ജിനേഷ് സാറിന് നൽകുകയാണ്. നിങ്ങളെ തെരഞ്ഞെടുത്തതിൽ ഇതിൽ ഉള്ള എല്ലാവരും, അതായത് ഒരു കറിക്കൂട്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും രുചികളാണ് കൂടുതൽ. എന്നാലും പ്രേക്ഷകരായിട്ട് 2 വാക്ക് പറയാ. ജൂലൈ സിനിമ കാണാൻ വരാനും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും സിനിമ കാണാം, തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ വിജയിക്കുക. അപ്പൊ എന്തായാലും ഒരു ആഗ്രഹമുണ്ട്, പറഞ്ഞോട്ടെ. നമ്മുടെ കോഴിക്കോടൻ മണ്ണിൽ ജനിച്ച മാമുക്കോയക്കാരുടെ ഒരു വോയിസ് ചെയ്യാൻ അനുഗ്രഹിക്കാം കേട്ടോ. ചിരിച്ചാലും വീടെടുത്ത് തീർച്ചയായിട്ടും കോപ്പറേറ്റ് വരുന്നത്. അപ്പം മാമുക്കോയൊക്കെ ഒരു പാട്ടുണ്ട്, നമ്മുടെ മണിച്ചേട്ടൻ, നമ്മള് എന്ന് നമ്മുടെ നെഞ്ചിനുള്ളിലുള്ള മണിച്ചേട്ടൻ മാമുക്കോയൊക്കെയുടെ ഒരു പാട്ട് പാടിയുണ്ട്. പൂളുമ്പ ചോപ്പളമാകാൻ. ആ പാട്ടൊന്ന് പാടുക കേട്ടോ. ശരി. തെക്കേലെ കാതലിക്ക കിടപ്പിലായി ഒളുബി വാർത്തു ഓലക്കൊണ്ടു തലക്കടിച്ച് ഒന്റെ തല വന്ന് ഭിത്തിമേല് പടച്ച് എന്നും 16 വയസ്സാണ് എന്ന ചിന്തയിലാണ്ടൊരു നടപ്പാണ്. വീട്ടിൽ കാസറ്റ് കാണൽ സ്ഥിരമാണ്. നടി ഉണ്ണിമേരിയെ ഇഷ്ടമാണ്. തിരക്കുള്ള ബസ്സിൽ കയറി ഫ്രണ്ടിലാണ് നിൽക്കാറുള്ളൂ. പെമ്പിളേരെ തോണ്ടലൊരു പതിവാണ്. അപ്പം എന്തായാലും ഇദ്ദേഹത്തെ ഓർക്കാൻ കാരണം കോഴിക്കോട് മലപ്പുറം മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നോക്കിക്കണേ. എന്തായാലും ഈ ഒരു സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ കലാപനം പഠിച്ചേണ്ട എല്ലാവിധ ആശംസകളും നേരുന്നു. ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം ഓമന ചുണ്ടത്ത് വേദപുസ്തകത്തിലെ അധർമ്മനും ദുഷ്ടനും ശത്രു ഞാൻ തന്നെയാ. പേര് നടേശൻ. നിന്റെ മരണം കണ്ട് മനസ്സിന്ന് പറഞ്ഞിരിക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറഞ്ഞ പോലെയല്ല. കൊല്ലുന്ന് പറഞ്ഞ നടേശൻ കൊന്നിരിക്കും. ഹലോ കൊള്ളാങ്കി ആഞ്ഞൊരു കൈയടി. അപ്പൊ എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവരും ആശംസകളും നേരുകയാണ്. അപ്പൊ നമ്മൾ ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ പോലെ അത് മാസ്റ്റർ പീസാ. ഇവ പൊട്ടപ്പനല്ല തങ്കപ്പൻ.